ലോഹങ്ങളെ സംബന്ധിച്ച് നിരവധി രസകരവും കൗതുകകരവുമായ കാര്യങ്ങൾ നമുക്കിന്നറിയാം. എന്നാൽ ഇതിൽ ചിലത് ചുരുളഴിയാത്ത രഹസ്യങ്ങളായി തന്നെ നിലനിൽക്കുന്നതുമാണ്. ഇതിൽ നിന്നും മനുഷ്യൻ്റെ ഭാവി കാലത്തെ മുൻനിര വികസനത്തിന് സഹായമാകുന്ന ചില കണ്ടെത്തലുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യയിലെ പല വസ്തുക്കളും ലോഹാത്ഭുതങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതിൽ മികച്ച ഒരു സ്ഥാനം തന്നെയാണ് അശോക സ്തംഭങ്ങൾക്കുള്ളത്. AD 375 415 ഇടയിൽ നിർമ്മിച്ചവയ്ക്ക് 1600 വർഷത്തിലേറെ പഴക്കമുണ്ട്. എന്നിട്ടും ഈ സ്തംഭം ഇതുവരെ തുരുമ്പ് പിടിച്ചിട്ടില്ല എന്നത് ഒരു മഹാത്ഭുതമാണ്. ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അശോക സ്തംഭം നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടല്ല, പകരം റോട്ട് അയൺ കൊണ്ടാണ്. കാസ്റ്റ് അയൺ എന്നാൽ ഇരുമ്പുരുക്കി അച്ചിൽ വാർത്തെടുക്കുന്നതും റോട്ട് അയൺ എന്നാൽ ചുട്ടുപഴുത്ത ഇരുമ്പിനെ അടിച്ചു വാർക്കുന്നതുമാണ്. കാസ്റ്റ് അയണിനേക്കാൾ ബലവും വലിച്ചു നീട്ടാനുള്ള ശേഷിയും റോട്ട് അയണിന് കൂടുതലാണ്. അതുകൊണ്ടാണ് തൂൺ നിർമ്മാണത്തിന് റോട്ട് അയൺ അധികമായി ഉപയോഗിക്കുന്നതും. എന്നാൽ അശോക സ്തംഭം നിർമ്മിച്ചിരിക്കുന്ന റോട്ട് അയണും വളരെയധികം പ്രത്യേകതകളുണ്ട്. സ്റ്റീലിനേക്കാൾ ബലമാണ് ഇതിനുള്ളത്. എന്നാൽ സാധാരണഗതിയിൽ അങ്ങനെയല്ല. ഇവയിൽ ഫോസ്ഫറസിൻ്റെ അളവ് സാധാരണ സ്റ്റീലിനേക്കാൾ 10 ഇരട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ തൂണുകളിൽ തുരുമ്പിനെതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ള വളരെ കനം കുറഞ്ഞ ഡാർക്ക് ഗ്രേ പ്രൊട്ടക്റ്റീവ് ലെയറും കാണാൻ സാധിക്കും. ഇതാണ് ഇരുമ്പിനെ ഓക്സിഡേഷനിൽ നിന്നും അകറ്റി നിർത്തി തൂണുകളെ സംരക്ഷിക്കുന്നത്. രണ്ട് ലോഹങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് വെൽഡിംഗ് എന്ന പ്രക്രിയയാണ്. വൈദ്യുതി കൊണ്ടാണ് ഇത്തരം വെൽഡിങ്ങുകൾ ചെയ്യുന്നത്. എന്നാൽ കറണ്ടിൻ്റെയോ താപോർജ്ജത്തിൻ്റെയോ പ്രഷറിൻ്റെയോ സഹായമില്ലാതെയാണ് ബഹിരാകാശത്ത് അല്ലെങ്കിൽ ശൂന്യാകാശത്ത് രണ്ട് ലോഹങ്ങൾ തമ്മിൽ യോജിക്കുന്നത്. അതായത് ശൂന്യാകാശത്ത് വെച്ച് ഒരേപോലത്തെ രണ്ട് ലോഹങ്ങൾ തമ്മിൽ പരസ്പരം സ്പർശിച്ചാൽ അവ എന്നേക്കുമായി യോജിച്ച് ഒറ്റ ലോക കഷ്ണമായി മാറും. ഇതിനു കാരണം ഭൂമിയിലെ എല്ലാ ലോഹങ്ങളുടെയും പുറംപാളിയിലുള്ള ആറ്റങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് അനുബന്ധ ഓക്സൈഡുകളായി മാറുന്നു. തന്മൂലം ഇതിൽ വളരെ നേരിയൊരു ഓക്സിഡേഷൻ ലെയർ രൂപം കൊള്ളുകയും ഒരേ ലോഹങ്ങളായാൽ പോലും അവയെ വ്യത്യസ്ത ലോഹങ്ങളായി കാണുകയും ചെയ്യുന്നു. എന്നാൽ ശൂന്യാകാശത്ത് ഓക്സിജന്റെ അഭാവം മൂലം ഇത്തരം ഓക്സിഡേഷൻ ലെയർ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരേപോലത്തെ രണ്ട് ലോഹ കഷ്ണങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ പുറമേയുള്ള ആറ്റങ്ങൾ തമ്മിൽ യോജിച്ച് ഒന്നായി മാറുന്നു. ഇതിനെയാണ് കോൾഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സ്വർണം കായ്ക്കുന്ന മരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അതൊരിക്കലും നടക്കില്ല എന്നും നമുക്കറിയാം. എന്നാൽ ലോകത്ത് സ്വർണം കായ്ക്കുന്ന മരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പല യൂക്കാലിപ്റ്റസ് മരങ്ങളിലും സ്വർണത്തിന്റെ അളവ് മറ്റുള്ളവയിൽ നിന്നും അധികമായി കണ്ടുവരാറുണ്ട്. കൂടാതെ സ്വർണ്ണഖനികളുടെ അടുത്താണ് ഇവ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെയും പല മടങ്ങ് സ്വർണ്ണമാകും ഈ മരങ്ങളിൽ അടിഞ്ഞുകൂടുക. എന്നാൽ പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് നമുക്ക് ഏത് മരത്തിൽ വേണമെങ്കിലും സ്വർണം വിളയിക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങളുടെ ചുവട്ടിൽ വാട്ടർ സോളുബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള സ്വർണ്ണത്തിന്റെ കെമിക്കലുകൾ ഒഴിച്ചു വളർത്തുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന വേളയിൽ മരങ്ങൾ ഈ സ്വർണ്ണമടങ്ങിയ കെമിക്കലുകൾ വലിച്ചെടുക്കുകയും ഇതിനെ പല ഘടകങ്ങളായി വേർതിരിച്ച് സ്വർണം മാത്രമായി ഇലകളിൽ എത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇല താഴെ വീഴുമ്പോൾ ഇലകളിൽ നിന്നും ശുദ്ധമായ സ്വർണത്തെ വേർതിരിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. പല സാങ്കല്പിക ചിന്തകളും യാഥാർത്ഥ്യമാക്കുകയാണ് നമ്മുടെ ശാസ്ത്രലോകം. ഇനിയും ഇത്തരം രസകരമായ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രം സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.